ഇത് ഈ ഹോസ്പിറ്റലിൽ മാത്രമായിരിക്കില്ല, പല ഹോസ്പിറ്റലുകളും നടക്കണ്ടാവും. ഇത് മാത്രം നമുക്കറിയാലോ, കണ്ടെത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ആ സംഭവം പറയുന്നത്. ഇത് കണ്ടെത്താത്ത പല ഹോസ്പിറ്റലുകൾ ഉണ്ടാവാതിരിക്കാം. പക്ഷേ സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമായിട്ടുള്ള ഇതുപോലുള്ള ഹോസ്പിറ്റലുകളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. നമുക്കറിയാം, സർക്കാർ സ്ഥാപനങ്ങളിൽ ഒരു ഫയൽ വൈകിയാൽ നമുക്ക് വിഷമമില്ല, ഒരു അപേക്ഷ കൊടുത്തു, അത് 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയാൽ മതി, കുഴപ്പമില്ല. പക്ഷെ ഇത് ജീവൻ വെച്ചിട്ടുള്ള കളിയാണ്. ഇതൊരാൾ മരണപ്പെട്ടു എങ്കിൽ ഇവർക്ക് എന്ത് മറുപടിയാണ് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് പറയാനുള്ളത്? ആ ജീവൻ തിരിച്ചു കൊടുക്കാൻ ഇവർക്ക് പറ്റുമോ? എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേരിട്ട് പ്രവർത്തനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എലിഞ്ഞപ്രയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മുന്നിലാണ്. എൻ്റെ പറയുന്ന നിൽക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കളുമാണ്. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്, ഞാൻ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് എതിരായിട്ട് പല വാർത്തകളും പല ഹോസ്പിറ്റലുകൾക്കെതിരെ ചെയ്തിട്ടുണ്ട്. സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ ആശ്രയമാണ്. ഇവരിവിടെ കുറേ ജീവനക്കാരെ ഇവർ വെച്ചിട്ടുണ്ട്. ഈ ഹോസ്പിറ്റലിന്റെ തന്നെ പല കെട്ടിടങ്ങളും ഇവർ ചെയ്തു വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ കിടത്തി ചികിത്സാ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞതിന്റെ പറയിൽ കുറെ കെട്ടിടങ്ങൾ വേണമെന്നുണ്ട്. അതിന്റെ കാര്യത്തിലൊക്കെ ഇവർ എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ പൊതുജനം പരിശോധിക്കേണ്ട കേസാണ്. ഇപ്പോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് 9 മാസം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് ഒരു രോഗിക്ക് കൊടുത്തു. ആ രോഗി അത് വിട്ടുകളഞ്ഞ് അത് പോട്ടെ, ഈ വേറെ മരുന്ന് മേടിക്കാന്ന് പറഞ്ഞ് ഈ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ വീണ്ടും അതേ മരുന്ന് തന്നെ, അതേ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് തന്നെ കൊടുക്കുന്നു. ഇവിടെ ജീവനക്കാരെന്ന് പറഞ്ഞ സ്റ്റോർ കീപ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇവിടെ ജീവനക്കാർ, സർക്കാർ ശമ്പളം പറ്റി ജീവിക്കുന്ന ആളുകൾ, ഇതാണ് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ സംവിധാനം കുറ്റമറ്റതാണ്, ഏറ്റവും ലോകോത്തര നിലവാരത്തിലാണെന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ, അതാണ് ഞാൻ പറയുന്നത്, ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ മുന്നിട്ടിറങ്ങി വന്നത് സ്വാഗതാർഹമായ കാര്യമാണ്. കാരണം ഇത്തരത്തിൽ സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാകുന്നതുവരെ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്കും ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ ഹോസ്പിറ്റലുകൾ ജനങ്ങളുടെ ആശ്രയമാണെന്ന് ഇവിടെ കുത്തിയിരുന്ന് ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾ ഓർക്കേണ്ടത് തന്നെയാണെന്നാണ് ഓർമ്മപ്പെടുന്നത്. വൈകിട്ട് ശരീരം വേദനയായിട്ടാണ് ഞാൻ ഈവനിങ്ങിൽ ഒരു 4:30 സമയത്ത് ഡോക്ടറെ കാണാൻ വന്നത്. വരുമ്പോൾ ഇവിടെ തിരക്കായിരുന്നു. 5:30 വരെ ഡോക്ടർ ഉണ്ട് ഒപ്പിൽ, ഫാർമസി 5 മണി വരെ ഉള്ളൂ. അപ്പോൾ ആ ഒരു തിക്കും തിരക്കിൻ്റെ ഇടയിൽ പറ്റിയതാവാന്ന് വിചാരിച്ചു ഞാൻ. പക്ഷെ ഇത് ഈ മെഡിസിൻ കൊണ്ടുപോയി കഴിക്കാൻ ചെന്നപ്പോഴാണ് ഇത് തുറന്ന് വഴി ഒരേ എണ്ണ എടുത്തപ്പോൾ അത് കവറും ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാനത് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കി. അപ്പോൾ 2024 ഡിസംബർ, അതായത് 9 മാസം കഴിഞ്ഞ മെഡിസിനാണിത്. ഇത് ഞാൻ കഴിച്ചില്ല. അപ്പം ഞാൻ ആലോചിച്ചു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്ന് ഒന്നും കൂടിയും ഈ മരുന്ന് റിപ്പീറ്റ് ചെയ്തു, അതായത് ഡേറ്റ് മാറ്റി വേറെ ഡോക്ടറെ കണ്ട് ഈ മരുന്ന് തന്നെ ഞാൻ എഴുതി വാങ്ങിച്ചു. പക്ഷെ ഈ മരുന്ന് ഡേറ്റ് ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല, അത് ഞാൻ വാങ്ങിച്ചു പോയാനെ. പക്ഷെ ഈ സെയിം ആ ഡേറ്റിൽ തന്നെയുള്ള മരുന്നാണ് എനിക്ക് കിട്ടിയത്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് 9 മാസം കഴിഞ്ഞ ആ മരുന്ന് തന്നെ. അപ്പൊ ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഇതാണ്. അവര് ഇതിൽ 2 സ്ട്രിപ്പ് ഉണ്ടായുള്ളൂ എന്ന് പറയണേ. പക്ഷെ അതല്ല, ഞങ്ങള് ഇത് അവരറിഞ്ഞ് ഈ സാധനം മാറ്റിയതാണ്. അതും തന്നെയല്ല, ഇവിടെ ഇരുന്ന പല രോഗികളും പറയുന്നുണ്ട് ഇവര് ഈ കവർ പൊട്ടിക്കുമ്പോ മരുന്ന് പൊടിയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് അറിയില്ലല്ലോ, ഈ വയസ്സായ ആളുകളൊക്കെ ഇത് കൊണ്ടുപോയി കഴിക്കാണ്. അപ്പൊ ഇത് ശക്തമായ നിയമ നടപടി എടുക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഒരു ദൈവത്തെ കാണുന്ന പോലെ, ഒരു അമ്പലത്തിൽ പോകുന്നത് പോലെ ഓരോ ഹോസ്പിറ്റലുകളിലും വന്ന് ചികിത്സ നേടുകയും ആ ഡോക്ടർമാർ പറയുന്ന കുറിപ്പനുസരിച്ചുള്ള മരുന്ന് മുടങ്ങാതെ കഴിക്കുന്നത്. പക്ഷേ ഇന്നും ഇന്നലെയുമായി ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്, ഈ ചൗക്ക ഹോസ്പിറ്റലില് വേദനയുമായി വന്ന ഒരാൾക്ക് ഒരു മരുന്ന് എഴുതി കൊടുക്കുകയുണ്ടായി ഡോക്ടർ. ആ മരുന്നുമായി വീട്ടിലെത്തിയ ആ മരുന്ന് നോക്കിയപ്പോൾ ആ മരുന്നിന്റെ സ്ട്രിപ്പ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതും പഴക്കമായി തോന്നിയ സമയത്ത് സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ എക്സ്പയറി ഡേറ്റ് നോക്കി. ആ നോക്കിയ സമയത്ത് 2024 ഡിസംബർ മാസത്തില് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നാണ് ഇന്നലെ ഈ ഹോസ്പിറ്റലിൽ നിന്നും ആ രോഗിക്ക് കിട്ടിയത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു തെറ്റ്, ആരെ പറഞ്ഞവരെ ഏത് പോലീസുകാരനും പറ്റുമെന്ന് പറഞ്ഞ പോലെ ഒരു അബദ്ധമായിരിക്കും എന്നുള്ള ഒരു വിചാരത്തിൽ, ഇന്നും അബദ്ധമല്ല എങ്കിൽ അതിനെ കണ്ടെത്തണം, അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെക്കെതിരെ നടപടി സ്വീകരിക്കണം, അല്ലെങ്കിൽ ഇത് പുറത്തു കൊണ്ടുവരണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വീണ്ടും ഡോക്ടറെ കാണുകയും ആ അസുഖം പറഞ്ഞ സമയത്ത് വീണ്ടും ആ മരുന്ന് എഴുതി കൊടുത്തു ഡോക്ടർ. ആ എഴുതി കൊടുത്ത സമയത്ത് ഇന്ന് ഈ നിമിഷവും ആ കിട്ടിയ മരുന്ന് 2024 ഡിസംബർ മാസത്തിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് ഇന്നും ആ രോഗിക്ക് കിട്ടുകയാണ് ഉണ്ടായത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട്
ഇന്നലെയും ഇന്നും ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് ആ ആള് രോഗി നോക്കിയില്ല. പക്ഷേ ഇത് എക്സ്പയറി ഡേറ്റ് നോക്കാത്ത സാധാരണക്കാരായിട്ടുള്ള വയോജനങ്ങൾ നിരവധിയായിട്ടുള്ള അവരുടെയൊക്കെ ആശ്രയ കേന്ദ്രമാണ്. വയസ്സായി നമുക്കറിയാം, അവർക്കൊക്കെ വേദന കൊണ്ടൊക്കെയാണ് ഈ ഹോസ്പിറ്റലുകളിൽ വരിക. ഈ വേദനയ്ക്കുള്ള ഗുളികയാണ് കഴിഞ്ഞ 9 മാസമായി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് ഇവിടെ വിതരണം ചെയ്യുന്നു. ഇവർ പറയുന്ന ന്യായീകരണം 1 or 2 സ്ട്രിപ്പ് ഉണ്ടായിരുന്ന. ഇത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇവർക്ക് എന്താണ് പറയാനുള്ള ന്യായീകരണം? ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ 2 ദിവസമായി ഈ ഹോസ്പിറ്റലിൽ വന്ന ഞങ്ങളുടെ എക്സ്പീരിയൻസ്, ഈ 2 ദിവസവും നൽകിയ മരുന്ന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ 1 ദിവസമോ 1 ആഴ്ചയോ 1 മാസമല്ല 9 മാസം കഴിഞ്ഞ മരുന്ന് ഇവിടെ സാധാരണക്കാരായിട്ട് നമുക്കറിയാം. നമ്മുടെയൊക്കെ വീട്ടിലെ അച്ഛനമ്മമാരൊക്കെ മരുന്ന് ഹോസ്പിറ്റലിൽ എഴുതി തരുമ്പോൾ അവരുടെയൊക്കെ ദൈവമാണ് ഹോസ്പിറ്റലിൽ. ഓരോ അമ്പലം പോലെ ഡോക്ടർമാരെ ദൈവത്തെ പോലെ കണ്ട് അവരങ്ങോട്ട് തരുന്ന മരുന്ന് മഞ്ഞ ഗുളിക, ചുമപ്പ് ഗുളിക എന്നല്ലാതെ പേരോ എക്സ്പയറി ഡേറ്റോ നോക്കാതെ കഴിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഓരോ ഗവൺമെന്റ് ആശുപത്രികളിലും വരുന്നുണ്ട്. അവരിൽ എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ടാവും? ഇനി ഈ മരുന്ന് മാത്രം നമ്മളിത് കണ്ടെത്തി, ഇനി എത്ര മരുന്നുകൾ അവിടെ ഉണ്ടാവും? അപ്പൊ ഇതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. അത് ഗവൺമെന്റ് ഇത് അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇത് ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യുന്നില്ല. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് എന്തുകൊണ്ട് മാറ്റിയില്ല? ഇവിടുത്തെ സ്റ്റോർ കീപ്പർ എന്ത് പണിയാണ് ഇവിടെ ചെയ്യുന്നത്? ഇവിടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ഇവരുടെ സ്റ്റോക്ക് വരുമ്പോൾ ഇവർ കൃത്യമായിട്ട് കണക്കെടുക്കണം. അതിൽ എക്സ്പയറി ഡേറ്റ് അവർ മെൻഷൻ ചെയ്യും. അതനുസരിച്ച് എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ അതെടുത്തു മാറ്റി പുതിയ ഓർഡർ ചെയ്ത് പുതിയ മരുന്ന് ഇവിടെ എത്തിക്കണം. അതിനൊക്കെ ഇതിവിടെ ആരും സേവനത്തിനല്ല ചെയ്യുന്നത്, കൃത്യമായിട്ട് നമ്മുടെയൊക്കെ നികുതി പണം കൊണ്ട് ശമ്പളം മേടിച്ച് ചെയ്യുന്ന ആളുകളാണ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് ഗവൺമെന്റിന്റെ ഒക്കെ ശമ്പളം വായിച്ചുകൊണ്ട് ഉത്തരവാദിത്തമില്ലാതെ ഒരാളുടെ മാത്രമല്ല, ഇതൊക്കെ ഇവിടുത്തെ സൂപ്രണ്ടും ഇവിടുത്തെ സ്റ്റോർ കീപ്പറും ഇവിടുത്തെ ഫാർമസിസ്റ്റും അടക്കമുള്ള ഇവിടെ കൂട്ടുത്തരവാദിത്തമാണ് ഇതിനൊക്കെ ഉള്ളത്. ഇത് ഒരാളുടെ മേൽ മാത്രം അടിച്ചേൽപ്പിച്ചുകൊണ്ടുള്ള ഒഴിച്ചുപോക്ക് നടക്കില്ല. ഇതിന് ബന്ധപ്പെട്ട ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്ക് അതിന് കൃത്യമായി നടപടിയെടുക്കണം. കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ ഇന്ന് വരെ ഈ മരുന്ന് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, അവർക്ക് അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി അന്വേഷിക്കണം. അല്ലാതെ ഈ ഒരു സ്ട്രിപ്പ് കൊടുത്തു ഒരാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കൈയഴിയുന്ന നിലപാട് സ്വീകരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി അംഗീകരിക്കില്ല. അതിനെതിരെയുള്ള പോരാട്ടമായി ആ പോരാട്ടം ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഇവിടുത്തെ സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമായിട്ടുള്ള ഈ ഹോസ്പിറ്റലിൽ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ, ഉത്തരവാദിത്തമില്ലായ്മ ഇനിയും തുടരാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പോരാട്ടം ഞങ്ങൾ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഇതിന് ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നവരെ ഭാരതീയ ജനതാ പാർട്ടി സമരപോരാട്ടവുമായി മുന്നോട്ടിറങ്ങും. ഈ ഒരു വിഷയം നിങ്ങൾ പറയാം, ഇന്നലെ ഒരു ഇന്ന് വേറെയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ഇന്ന് വീണ്ടും ആ മരുന്ന്. ഞങ്ങളൊരു സംശയം, ഇത് 1 ദിവസം 1 ആഴ്ച 1 മാസമല്ല 9 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു മരുന്നാണ്. ആ മരുന്ന് ഈ കഴിഞ്ഞ 9 മാസത്തിനിടെ ആർക്കും കൊടുത്തിട്ടുണ്ടാവും, വേറെ ആർക്കും കൊടുത്തില്ല. ഡോക്ടർ